മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം എന്നുള്ള വാർത്ത പുറത്തുവരികയാണ്. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്യാഹിത വിഭാഗത്തിലാണ് തീപിടുത്തം. രോഗികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. വി അരുണുണ്ട്. അരുണ്, ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണോ? മറ്റ് അപകടങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? രഞ്ജിത്ത്, നമ്മൾ അവിടേക്ക് എത്തുന്നേ ഉള്ളൂ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് തീപിടുത്തം സംഭവിച്ചത്. നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നു. അവിടെ രോഗികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രാഥമികമായി നൽകാൻ കഴിയുന്നത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാകാം അപകടമെന്ന ഷോർട്ട് സർക്യൂട്ട് മൂലമാകാം അപകടമെന്ന പ്രാഥമിക നിഗമനമാണുള്ളത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നിരവധി യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പോലീസ് സംവിധാനങ്ങളും എത്തുന്നു. എന്താണ് അകത്തെ സിറ്റുവേഷൻ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റാണ്. ഗുരുതരമായ അസുഖം ബാധിച്ച നിരവധി രോഗികൾ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം അപകടകരമായ സാഹചര്യം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതാനും മിനിറ്റുകൾക്ക് നമ്മൾ അവിടെ എത്തിച്ചേരും. പോലീസും ഫയർഫോഴ്സും ഒക്കെ അവിടെ ഇതിനകം എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ഒന്നിലധികം യൂണിറ്റുകൾ നേരത്തെ തന്നെ ഇവിടേക്ക് വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കാര്യമായ അപകടം ഉണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. കാരണം ഫയർഫോഴ്സിന്റെയൊക്കെ നിരവധി യൂണിറ്റുകൾ എത്തിയതും തുടക്കത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയതുമാണ് അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം. ഏതായാലും പക്ഷേ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്. സ്വാഭാവികമായി അവിടെ ഇത്തരമൊരു അപകടം ഉണ്ടാകുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണെങ്കിലും കാര്യമായ അത്യാഹിതം ഉണ്ടാകില്ലെന്ന് പ്രത്യാശിക്കാം. ഇവിടേക്ക് കൂടുതൽ പോലീസ് സംവിധാനങ്ങളും ഫയർഫോഴ്സ് യൂണിറ്റും ഒക്കെ ഈ ഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വഴിയിലും ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായും വാഹനങ്ങൾ കടന്നുപോകാൻ ബന്ധപ്പെട്ട ചില തടസ്സങ്ങളുള്ള പ്രദേശം കൂടിയാണ്. ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകൾ ഇവിടേക്ക് എത്തുന്നു. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കാം. ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അരുണ. അത് പ്രേക്ഷകർക്ക് അല്പസമയത്തിന് പങ്കുവെക്കാമെന്ന് കരുതുന്നു. ഏതായാലും വലിയ തീപിടുത്തം, പുകച്ചുരുളുകളൊക്കെ ഉയർന്ന് കാണാം. അവിടെ മാസ്ക് ഒക്കെ ഇട്ടാണ് ജീവനക്കാർ രോഗികളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. രോഗികളെ ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കുന്ന പശ്ചാത്തലം ഉണ്ട്. കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണും ക്യാമറാമാനും ആ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പല തടസ്സങ്ങളുണ്ട്. ആംബുലൻസുകൾ, ഒപ്പം രോഗികളെ മാറ്റുന്ന തിരക്കുകൾ, വാഹനങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അവിടെ നമുക്ക് വാഹനത്തിൽ എത്തിപ്പെടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കാൽനടയായി വളരെ പെട്ടെന്ന് അവിടെ എത്തുകയും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. നമുക്ക് ദൃശ്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. അതിൽ രോഗികളെ പൂർണ്ണമായും ഈ മേഖലയിൽ നിന്ന് മാറ്റുന്ന സ്ഥിരീകരണം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ജീവനക്കാർ അതിനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കാൻ കാരണമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് ഈ ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകൾ ആ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്ന് വേണം കരുതാൻ. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ പരിഭ്രാന്തി പടർത്താൻ ഇത് മാത്രം മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പാണ് ഷോർട്ട് സർക്യൂട്ട് മൂലം ഈ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തം ഉണ്ടാവുകയും രോഗികളെ മാറ്റാനുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും രോഗികളെ പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അരുണ, കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായോ? വലിയ ആൾക്കൂട്ടമുണ്ട്, വലിയ ആശങ്കയുണ്ട്. രോഗികളെ ഏതാണ്ട് ഒഴിപ്പിച്ചുവെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ ആളുകളെ പരമാവധി പുറത്തേക്ക്, ജീവനക്കാരടക്കമുള്ളവരെ പുറത്തേക്ക് എത്തിക്കുകയാണ്. ആളുകൾ പുറത്തേക്ക് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണങ്ങളിലേക്കുമൊക്കെ പോകാനാകും. എന്തോന്ന് അറിയത്തില്ല. എല്ലാരും രക്ഷപ്പെട്ടു. എല്ലാരും തീ അണച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കുറെ പേരെ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നത്. ഇപ്പൊ ഒരു അരമണിക്കൂറാവുന്നേ ഉള്ളൂ. ഈ അരമണിക്കൂറുണ്ട് ഇതെല്ലാം. അതാ എനിക്ക് സംശയമുണ്ട്. സർജറിക്കകത്ത് ഒരു പേഷ്യന്റ് ഉണ്ടെന്ന്. അതാ യുവാരോട് പറഞ്ഞിട്ട് വരാനും കേൾക്കുന്നില്ല. അവര് പിടിച്ച് തള്ളിക്കളയുക. ഇത് ആളുകളുടെ പ്രതികരണമാണ്. സ്വാഭാവികമായി അവർക്ക് അതിനുള്ളിലെ സിറ്റുവേഷനിൽ അവർക്ക് ആശങ്ക ഉണ്ടാകും. അവരുടെ ബന്ധുക്കളടക്കം അകത്തുള്ളതാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ആളുകളെ പരമാവധി പുറത്തേക്ക് എത്തിക്കാൻ ജീവനക്കാരും ഒക്കെ ഇവിടെ ഉണ്ട്. എന്താണ് സംഭവിച്ചത് അറിയാമോ? എന്താണ് സംഭവിച്ചത് അറിയാമോ? ആളുകൾക്ക് സ്വാഭാവികമായ ആശങ്കയുണ്ടാക്കും. കാരണം അവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ ചികിത്സയിലുള്ളതാകാം. അതിന്റേതായ ഒരു ആശങ്കയുണ്ട്. പക്ഷേ എന്താണ് ഉള്ളിലെ സാഹചര്യമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ഫയർഫോഴ്സിലെ കൂടുതൽ ഉദ്യോഗസ്ഥരകത്തേക്ക് പോവുകയാണ്. ആളുകളെ എല്ലാം പരമാവധി ആളുകളെ ഇവിടെ ഒഴിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജീവനക്കാരുൾപ്പെടെയുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. ജീവനക്കാരുമൊക്കെ ഇപ്പോൾ ജീവനക്കാരുമൊക്കെ ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. അവർക്കും കാര്യമായ ഒരു അറിവില്ല. കൂടുതൽ ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതരുള്ളത്. കാരണം അകത്ത് സ്വാഭാവിക തീപിടുത്തം ഉണ്ടായി അത് അടച്ചാൽ പോലും മരുന്നുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആ രീതിയിൽ
അകത്ത് ആളുകൾ നിൽക്കുന്നത് ഗുണമാകില്ല എന്നൊരു വിലയിരുത്തലുണ്ടാകും. അതുകൊണ്ടാകാം ഒരുപക്ഷെ പരമാവധി ആളുകളെ ഇപ്പോൾ പുറത്തേക്ക് നമുക്ക് ഇവിടെ പുറത്തുള്ളത് കൂട്ടിരിപ്പുകാരും ഒക്കെയാണ്. ഇവിടെ രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെയാണ്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ് സ്വാഭാവികമായും ഉണ്ടാകുന്നത്. അതിൻ്റെതായ ഒരു ആശങ്ക പടർന്ന സാഹചര്യമാണ് പ്രധാനമായും ഇവിടെ ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഈ പറഞ്ഞതുപോലെ പുക ഉയരുന്നുണ്ട്. ആ പ്രദേശത്ത് കാര്യമായ പുകയുണ്ട്. മുറിക്കകത്ത് കാര്യമായ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. ജീവനക്കാരിൽ ഒന്നും അറിഞ്ഞൂടാ കാര്യങ്ങളൊന്നും. എന്റെ ഹസ്ബൻഡാ മൂന്നാമത്തെ വളരെ ഉപകാരം. ഇതെല്ലാം ആശങ്കയുടെ ഒരു പ്രതിഫലനങ്ങളാണ് രഞ്ജിത്ത്. സ്വാഭാവികമായും അവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ അകത്തുള്ളപ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകാം. ജനങ്ങൾ ഉണ്ടായിരുന്നാണോ അകത്തെന്താ അറിയാമോ സംഭവം? സ്വാഭാവികമായ അത്തരമൊരു കൃത്യമായ വിവരം ആർക്കും ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ആളുകളെ പരമാവധി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും ഈ അടുത്ത ബന്ധുക്കൾ തന്നെ അകത്തുള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു വിഷമകരമായ സാഹചര്യമുണ്ട്. നിരവധി ആളുകൾ നമുക്കിവിടെ കൂടി നിൽക്കുന്ന കാണാം. ഇവിടെ ഈ കൂട്ടിരിപ്പുകാരൊക്കെ വന്നു നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഈ ആശുപത്രിക്കകത്ത് എന്താണ് സംഭവിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല രഞ്ജിത്ത്. തീർച്ചയായും എന്താണ് അകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതിൽ വ്യക്തതയില്ല. ആരെയും അങ്ങ് അകത്തെ കയറ്റിവിടുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒരു വിശദീകരണം ഉണ്ടാകേണ്ടത് മെഡിക്കൽ കോളേജ് ഇപ്പോഴത്തെ സ്ഥിതി എന്തായിരുന്നു അവിടുത്തെ? പേഷ്യന്റെല്ലാം മാറ്റിയിട്ടുണ്ട്. ഈ നിയന്ത്രണത്തെയുമായിരുന്നു ഫയർഫോഴ്സ് പോയിട്ടുണ്ട്. ബസ് ഒന്നാം നിലയിലെ സർജിക്കൽ ഐസിയുലാണ് തീപിടുത്തം ഉണ്ടായത്. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യമായ വിവരമൊന്നും ഇവർക്കും ലഭ്യമല്ല. ആളുകൾ സ്വാഭാവികമായും യന്ത്രങ്ങളൊക്കെ ഈ ആശുപത്രിക്ക് ഉള്ളിൽ ഉപയോഗിക്കുന്ന ഈ യന്ത്രങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളിൽ കൂടി കാണാമെന്ന് കരുതുന്നു. പരമാവധി വിലപിടിപ്പുള്ള യന്ത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ആളുകളെ ഏറെക്കുറെ ഒഴിപ്പിച്ചിരുന്നു. അല്ല, അത് ഞാൻ പറയാൻ അധികാരപ്പെട്ട ഞാനല്ല. അല്ലല്ല, ആർക്കും ജീവൻ അപകടം ഇല്ല ഉറപ്പാണ്. എല്ലാവരും മാറ്റി. ഇനി കൂടുതൽ പേരെ അടിയന്തരമായിട്ട് ഞാൻ പറയാൻ ആളല്ല. സൂപ്രണ്ട് ഞാനല്ല. ഞാനൊരു ഡോക്ടറാണ്. അധികാരപ്പെട്ട ഒരു സൂപ്രണ്ടാണ്. ഞാനല്ല. ആർക്കും അപകടമുണ്ടായിട്ടില്ല. ആർക്കും ജീവന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമോ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. ആളുകളെയൊക്കെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ ആളുകളെ മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ഈ അകത്തുള്ള യന്ത്രഭാഗം ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ ഡോക്ടറുടെ വാക്കുകൾ നമുക്കുള്ളത്. ആർക്കും ജീവൻ അപകടം. സൂപ്രണ്ട് ആശുപത്രി സൂപ്രണ്ട് മാധ്യമങ്ങളെ കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രധാനമാണ്. സർജിക്കൽ ഐസിയുല്ല, ഒരു വെന്റിലേറ്ററിലാണ്. ഒന്നാം നിലയിൽ ഒരു വെന്റിലേറ്ററിലാണ്. അത് പെട്ടെന്ന് തന്നെ ഓക്സിജൻ വഴി പടരാൻ സാധ്യതയുള്ളതുകൊണ്ട് അപ്പൊ തന്നെ അത് ഓഫ് ചെയ്ത് വെന്റിലേറ്ററിലുള്ള ഫയറാണ്. അപ്പോൾ അവിടെ പേഷ്യന്റൊക്കെ നമ്മൾ മാറ്റി ആ പേഷ്യന്റിനെ എല്ലാവരും സേഫായിട്ട് എത്തിച്ചു കഴിഞ്ഞു. വേറെ ഐസിയുലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി 7ാം വാർഡ് 8ാം വാർഡും 100ഓളം ബെഡ് നമുക്ക് എല്ലാം ഐസിയു സജ്ജമാക്കാൻ പറ്റുന്ന വാർഡാണ്. അപ്പോൾ അവിടത്തേക്കുള്ള അവിടെ സജ്ജീകരിക്കുകയാണ്. ബാക്കിയുള്ള ഫ്ലോറിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യണം എന്നുള്ളത് ഇലക്ട്രിക്കൽക്കാരായിട്ടും PWDക്കാരായിട്ടും ഇപ്പോൾ മറ്റ് ഫ്ലോറുകളിലൊന്നും പ്രശ്നമില്ല. അവിടെ നിന്നും പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോട്ടോകോളാണ്. ഇവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. അവിടുത്തെ ഓപ്പറേഷൻ തൽക്കാലം കാർഡിയോ തൊറാസിക് നിർത്തിവെച്ചിരിക്കുകയാണ്. കേട്ടോ, ഈ ബ്ലോക്കിൽ എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുക. ആ ഫ്ലോറിലുള്ള എല്ലാവരെയും മാറ്റിക്കഴിഞ്ഞു. ആർക്കും ആപത്തില്ല, പൊള്ളലോ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല.
തീ പിടിച്ചത് ഫസ്റ്റ് ഫ്ലോറിലെ സർജിക്കൽ ഐസിയുലാണ്. മെഷീൻ വെന്റിലേറ്ററിലാണ് തീ തുടർന്നത്. അപ്പൊ അതിന്റെ കാരണം നോക്കണം. ഇനി ബാക്കി ഇലക്ട്രിക്കൽക്കാരെല്ലാരും വന്ന് അവർ പരിക്കായിട്ടൊന്നുമില്ല. നമ്മൾ ഇന്ന് വീണ്ടും ഈ മാറ്റിയവരെ ഒന്നും കൂടി പരിശോധിച്ച ശേഷം എല്ലാവരും വിശദമായിട്ട് പരിശോധിച്ച ശേഷം നമ്മൾ പറയാം. ഇപ്പൊ അവിടെ എല്ലാവരും സേഫ് ആയിട്ട് മാറ്റി കഴിഞ്ഞു. ആർക്കും പൊള്ളലോ ഒന്നും ഏറ്റിട്ടില്ല. എല്ലാ ഡോക്ടർമാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എല്ലാ ഫാക്കൽറ്റീസിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്.